അങ്ങ് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു കൊറിയറായിരുന്നു കേട്ടോ. ഇതിനകത്ത് 2 സാരിയാണ്. അതെനിക്ക് അറിയായിരുന്നു കേട്ടോ നേരെ. എനിക്കിത് എങ്ങനെയെങ്കിലും പൊട്ടിച്ചോളാൻ വയ്യായിരുന്നു. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോകുന്നു. ആകെ ബഹളമായിരുന്നു. എന്തായാലും നമ്മൾ സാരി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഗോൾഡൻ സാരിയും പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു സാരിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. രണ്ടും കാണാൻ നല്ല സൂപ്പറായിരുന്നു. നമ്മളിത് പൊട്ടിച്ചത് രാത്രിയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇത് ബോക്സ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സാരി ബോക്സ് ഫോൾഡ് ചെയ്യാനുള്ള മെഷർമെന്റ്സ് എല്ലാം തന്നെ നമ്മൾ ഓൺലൈൻ ത്രൂ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ക്ലയൻറ്റ് നമുക്ക് സാരി സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മെഷർമെന്റ്സ് എടുക്കേണ്ട ഒരു വീഡിയോ നമ്മൾ ക്ലയൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഹെൽപ്പോടാണ് ക്ലയൻറ്റ് മെഷർമെന്റ്സ് എല്ലാം എടുത്ത് നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ കുറച്ച് വിട്ട് കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളോട് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ബോക്സ് ഫോൾഡ് ചെയ്തത് വെച്ചേക്കാൻ പറ്റുമെന്നൊക്കെ. അഫ്കോഴ്സ് വെച്ചേക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗോൾഡൻ സാരി ഓഗസ്റ്റിൽ ഒരു വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇപ്പോഴേ ചെയ്ത് കൊടുത്തതാണേ. നിങ്ങളിനി വേറെ കൺട്രിയിലേക്കോ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കേജിങ്ങിൽ അതേ കണക്ക് വെച്ചിട്ട്